വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം ഇത് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. 2 ചുവന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്ത ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. നമ്മളിതാ തക്കാളിയും സവോളയും കൂടെ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു 3 ഏലക്ക, ഒരു തുണ്ട് പട്ട അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഈ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് പനീറിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് കസ്തൂരി മേത്തിയും ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കസ്തൂരി മേത്തിയും കൂടെ കൈ കൊണ്ട് ഇങ്ങനെ നന്നായി തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പനീർ ബട്ടർ മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ചാനലിൽ കമൻ്റായിട്ട് ഇടുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.